ഓൾറെഡി സീസണിൽ ലോ ഹൈപ്പാണ്. ഈ ഒരു മത്സരം കൂടെ കഴിഞ്ഞപ്പോൾ ആ ലോ ഉണ്ടായിരുന്നല്ലോ, അതുകൂടെ പോയി കിട്ടി. തോറ്റു തുടങ്ങുന്ന ബ്ലാസ്റ്റേഴ്സിനെ ഭയക്കണം, ലൂണില്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ടു തുടങ്ങിയ ടെംപ്ലേറ്റ് വചനങ്ങൾ ഇവിടെ ആവർത്തിക്കപ്പെടേണ്ടതില്ല. മത്സരത്തിന്റെ കുറച്ച് അവസാന മിനിറ്റുകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ഇരു ടീമുകളും ഓവറോൾ മാച്ചിൽ വളരെ മോശം പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ചാൻഡ് ചെയ്യുന്ന ആരാധകർ പോലും മത്സരത്തിന്റെ വേഗത കണ്ട് തളർന്നു പോയിരുന്നു. തിരുവോണം ദിവസമായിരുന്നു മലയാളികളുടെ ഫേവറേറ്റ് ഉത്സവം. അന്ന് കുടുംബത്തോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ട സമയം മാറ്റിവെച്ചിട്ടാണ് പല ദൂരത്ത് നിന്നും ആളുകൾ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. അവരെ ഒരു സമനില കൊണ്ട് പോലും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല. വിജയം പ്രതീക്ഷിച്ച് തന്നെയാണ് അവർ വരുന്നത്. ഇനി പരാജയപ്പെട്ടാലും ഈ ടീം മുന്നോട്ട് കുതിക്കാൻ കേപ്പബിൾ ആണെന്ന് വിശ്വസിപ്പിക്കാൻ പോകുന്ന ഒരു പെർഫോമൻസ് പോലും കാഴ്ചവെക്കാത്തത് ഏറെ വേദനിപ്പിച്ചു. ശരിയാണ്, തോൽക്കാനായി ആരും കളിക്കുന്നില്ല. ഓരോ കളിക്കാരനും തന്റെ 100% എഫേർട്ടും ഇടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ടത് ഓരോ പ്ലെയറിന്റെയും ഇൻഡിവിജ്വൽ 100% അല്ല, മറിച്ച് ഒരു ടീമിന്റെ ഫുൾ പൊട്ടൻഷ്യൽ തന്നെയാണ്. സ്ക്വാഡ് സ്ട്രെങ്ത് ഇല്ല, ആ പ്ലെയർ ഇല്ല തുടങ്ങിയ എക്സ്ക്യൂസുകൾക്ക് ഇവിടെ സ്ഥാനമില്ല. കാരണം ഈ പറയുന്ന ലൂണ ഇല്ലാതെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ ശക്തരായ മുംബൈ സിറ്റി FC ഈ ടീം ഇവിടെ പരാജയപ്പെടുത്തിയത്. ആ സമയത്ത് ശക്തമായ സ്ക്വാഡ് സ്ട്രെങ്ത് ഇല്ലാതെ തന്നെയായിരുന്നു മുംബൈയെ പരാജയപ്പെടുത്തി ഒരാഴ്ച കൊണ്ട് കൊൽക്കത്തയിൽ പോയി മോഹൻ ബഗാനെ പരാജയപ്പെടുത്തിയത്. അന്ന് ഞങ്ങൾ മുഴുവൻ പൊട്ടൻഷ്യലിട്ട് കളിക്കുന്ന ഒരു കളിക്കാരനെയല്ല, മറിച്ച് ജയിക്കണമെന്ന മനോഭാവത്തോടെ കളിക്കുന്ന ശക്തമായ ഒരു ടീമിനെയാണ് കണ്ടത്. ഓരോ ആരാധകന്റെയും ഇമോഷൻസിന് കളിക്കുന്ന ഓരോ പ്ലേയേഴ്സും റെസ്പോൺസിബിൾ ആണ്. ഈ മത്സരത്തെക്കുറിച്ച് വലിച്ചു നീട്ടി കാര്യങ്ങൾ പറയാനൊന്നും തോന്നുന്നില്ല, എങ്കിലും ചില കാര്യങ്ങൾ പറയാം. ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മൊത്തം ടീമിലെ സ്ട്രോങ്ങർ ഏരിയ എന്ന് പറയുന്നത് ഡിഫൻസ് മാത്രമായിരുന്നു. ഉള്ളിൽ നീറുന്ന പകയുമായി കുതിച്ചു ചാടുന്ന നിഹാൽ സുധീഷിനെ പിടിച്ചു കെട്ടാൻ റൈറ്റ് ബാക്കിൽ കളിച്ച സന്ദീപ് സിംഗ് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. മുൻപ് വരുത്താറുള്ള സില്ലി എറേഴ്സിനെ റെക്ടിഫൈ ചെയ്തു എന്ന് മാത്രമല്ല, മറിച്ച് കുറച്ചുകൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു സെന്റർ ബാക്ക് പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് പ്രീതം കോട്ടാലും ഇന്ന് മികവ് പുലർത്തിയിരുന്നു. സ്പ്രിന്റിംഗ് അബിലിറ്റിയിലെ പോരായ്മകൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ മിലോസും ഒരു ഡീസന്റ് പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ലെഫ്റ്റ് ബാക്ക് പൊസിഷൻ കളിച്ചിരുന്ന സഹീഫ് മുന്നേറ്റ നിരക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആണെങ്കിൽ പോലും എതിരാളികൾ കുറച്ചുകൂടെ ശക്തരായി വന്നു കഴിഞ്ഞാൽ ആ ഒരു പൊസിഷൻ എത്രത്തോളം കീപ്പ് ചെയ്യും എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഡിഫൻസീവ് മിഡ് റോളിനായി പ്ലേസ് ചെയ്ത അലക്സാണ്ടർ കോയഫ് ഒരു ഫ്രീ മാൻ ആയിട്ടാണ് കളിച്ചത്. ആദ്യ മത്സരമായിട്ട് പോലും അതിന്റെ ഒരു പോരായ്മ അദ്ദേഹത്തിൽ നിന്നും കണ്ടില്ല എന്നുള്ളത് ഒരു പോസിറ്റീവ് വശം തന്നെയാണ്. പിന്നെ മധ്യനിര വിപിൻ മോഹൻ കളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് വരെ ഒരു അൺബാലൻസ്ഡ് മിഡ്ഫീൽഡ് തന്നെയാണ് നമ്മൾ കണ്ടത്. സ്റ്റിൽ ആദ്യ മത്സരത്തിന്റെ പല പോരായ്മകളും ഓരോ കളിക്കാരിലും നമുക്ക് വളരെ പ്രകടമായിട്ട് തന്നെ കാണാമായിരുന്നു. നോവ സദോയി എന്ന ഒറ്റയാൾ മിടുക്കൻ വളരെ 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 കഷ്ടപ്പെട്ട് പുള്ളി പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ പല ക്രോസുകൾക്കും കണക്ട് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ആളില്ല. പഞ്ചാബിന് കുറേ മുന്നേറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു വ്യക്തമായ പ്ലാൻ ഉണ്ടായിരുന്നു. ആദ്യ പകുതിയിൽ കംപ്ലീറ്റ് ഡിഫൻസീവ് ഗെയിം കളിച്ച് രണ്ടാം പകുതിയിൽ അറ്റാക്ക് ചെയ്യുക. ലൂക്ക മാഷൻ, ലിയോൺ അഗസ്റ്റിൻ തുടങ്ങിയവരുടെ രണ്ടാം പകുതിയിലെ സബ്സ്റ്റിറ്റ്യൂഷനും അതിന് ഉത്തരമായിരുന്നു. ഭംഗിയായി ബോക്സിനകത്തേക്ക് ഇടിച്ചു കയറിയ ലിയോൺ അഗസ്റ്റിൻ വളരെ തന്ത്രപരമായി നേടിയ പെനാൽറ്റി ലൂക്ക മാഷൻ വളരെ സിമ്പിളായിട്ട് ഗോൾ സ്കോർ ചെയ്ത് കൊടിയൂരി സെലിബ്രേറ്റ് ചെയ്തു. ആൻഡ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളത്തിലേക്ക് ഇറങ്ങിയ ജീസസ് ജിമിനസിന്റെ പ്ലേയിങ് സ്റ്റൈൽ കുറച്ച് ഡിഫറെന്റ് ആണ്. ഒരു വൺ ടച്ച് ഗെയിമാണ് അദ്ദേഹം പ്രിഫർ ചെയ്യുന്നത്. ആ ഒരു ഗെയിമിംഗ് സ്റ്റൈലുമായി മറ്റുള്ളവർ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കാണാൻ നന്നായിരുന്നേനെ. വാട്ടെവർ. പ്രീതമിന്റെ എക്സെപ്ഷണൽ ക്രോസ് കൃത്യമായി ഹെഡർ ചെയ്ത് ഗോളാക്കിയപ്പോൾ രണ്ട് തരത്തിലാണ് ആശ്വാസം തോന്നിയത്. ഒന്ന്, നമ്മളൊരു സമനില ഗോൾ കണ്ടെത്തി എന്നുള്ളത്. രണ്ട്, ആകാശത്തുകൂടെ വരുന്ന പന്തുകളെ ഹെഡ് ചെയ്ത് കൺവേർട്ട് ചെയ്യാൻ നമുക്കിപ്പോൾ ഒരാളുണ്ട് എന്നുള്ളത്. പക്ഷെ ആ സന്തോഷം കൂടുതൽ നേരം നീണ്ടു നിന്നില്ല. ബോക്സിനകത്തേക്ക് ഓടിക്കേറിയ ലൂക്ക മാച്ചനിലേക്ക് ഒരു പ്രീ അസിസ്റ്റുമായി ലിയോൺ അഗസ്റ്റിൻ ഒരു പന്തിട്ട് കൊടുക്കുന്നു. അവിടെ ഓടിയെത്തിയ ഫിലിപ്പ് മെഴ്സൽ ജാക്ക് അത് സിമ്പിളായി ഫിനിഷ് ചെയ്യുന്നു. 2-1 കളി തോറ്റു. കോച്ചായ മിഖായൽ സ്റ്റാറേയും ലൂണയില്ലാത്തത് മത്സരത്തിൽ കുറെ വിനയായി എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. വാട്ടെവർ. അടുത്ത ആഴ്ച ഈസ്റ്റ് ബംഗാളിനെ ഇതേ ഗ്രൗണ്ടിലാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്. എന്താണെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ആഡ് ചെയ്യണം. മത്സര സമയത്ത് സ്റ്റേഡിയത്തിലെ ആരാധകർ എതിരാളികളെ ബാൻഡർ ചെയ്യാറുണ്ട്. അത് എത്ര വലിയ ഫോറിൻ പ്ലെയർ ആണെങ്കിലും ശരി, അത് മലയാളി ആണെങ്കിലും ശരി. ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പഞ്ചാബിലേക്ക് ലോണിൽ പോയൊരു പ്ലെയർ ആണ് നിഹാൽ സുധീഷ്. പുള്ളിക്കെതിരെയും സ്റ്റേഡിയത്തിൽ ബാൻഡറിംഗ് ഉണ്ടായിരുന്നു. അത് മത്സരത്തിന്റെ അവസാന വിസിൽ അടിക്കുന്നത് വരെ മാത്രമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ